SFI CPMന്റെ പോഷക സംഘടനയല്ലെന്ന് AK ബാലൻ വെട്ടിത്തുറന്ന് പറഞ്ഞത് പിണറായിക്ക് മുഖത്തേറ്റ അടിയായി. തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി കണ്ണുരുട്ടി. ഇതോടെ പേടിച്ചു വിറച്ച് ബാലൻ പ്ലേറ്റ് മാറ്റി. SFI ഞങ്ങളുടെ മക്കളാണ്, തൊട്ടുപോകരുതെന്ന്. ബാലൻ സഖാവേ, ഉളുപ്പുണ്ടോ? ലേശം ഉളുപ്പ്. സ്വന്തം അഭിപ്രായം പോലും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമില്ല. എന്നിട്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഈ പാർട്ടിക്കാർ അങ്ങ് തള്ളി മറിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാലൻ സഖാവ് SFIയെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. പിണറായി കഴുത്തിന് പിടിച്ചപ്പോൾ ഇന്നിപ്പോൾ മാറ്റി പറഞ്ഞു. വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല SFI എന്നും CPM എന്നുമാണ് AK ബാലൻ പറഞ്ഞിരിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ CPM SFI വിമർശനത്തിനായിരുന്നു ബാലന്റെ മറുപടി. SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല. മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സമ്മതിക്കില്ല എന്നും AK ബാലൻ പറഞ്ഞു. SFIയെ വളർത്തിയത് ഞങ്ങളാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും. SFIയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. കോൺഗ്രസ് ഒരു കൂടോത്ര പാർട്ടിയായി മാറി. കേരള കൂടോത്ര പാർട്ടിയെന്നും കോൺഗ്രസിനെ AK ബാലൻ പരിഹസിച്ചത്. പിണറായി പേടിയിൽ പ്ലേറ്റ് മാറ്റിയ ബാലൻ പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതൊന്നുമല്ല. SFIയെ ഞങ്ങൾക്കറിയുകയേയില്ലെന്നായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ബാലൻ സഖാവിന്റെ തള്ളിമറിക്കൽ ഒന്ന് നോക്കാം. SFI CPMന്റെ പോഷക സംഘടനയല്ല എന്നും ഇടത് സംഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടാത്തവരും അതിലുണ്ടെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞത്. ഇപ്പോഴാണ് തൊട്ടു പിന്നാലെ പ്ലേറ്റ് അങ്ങ് മാറ്റിയത്. എന്തുതരം മനുഷ്യരാണോ ഇവരൊക്കെ? ഇങ്ങനെയും നിറം മാറാൻ കഴിയുമോ? എന്തായാലും ബാലൻ സഖാവിന്റെ കഴിഞ്ഞ ദിവസത്തെ തള്ളിമറിക്കലിന്റെ ബാക്കി കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഒറ്റപ്പെട്ട തെറ്റായ പ്രവണതകൾ SFI തിരുത്തിയേ തീരൂ എന്നും അത് സംഘടനയുടെ ഉത്തരവാദിത്തമാണെന്നും ബാലൻ പറഞ്ഞു. മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ജീർണതകൾക്കെതിരെ വിദ്യാർത്ഥി മനസ്സിന്റെ പിന്തുണ നേടിയ പ്രസ്ഥാനമാണ് SFI. അതിൽ നിന്ന് ഒരു തരി പോലും പിന്നാക്കം പോകരുത്. ഇടത് സംഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടാത്തവരും സംഘടനയിലുണ്ട്. അന്യവർഗ വിഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ടായതുപോലുള്ള ചാപല്യം SFIയെ മുൻപും ബാധിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം തിരുത്തൽ നിലപാടുണ്ടായിട്ടുണ്ടെന്നും AK ബാലൻ പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രവണതകൾ നേതൃത്വത്തിന്റെ അറിവോടെ ആകണമെന്നില്ല. കുട്ടികളുടെ ചാപല്യമാകാം കാരണം. SFI CPMന്റെ പോഷക സംഘടനയല്ല. പല വിഭാഗക്കാരുമുണ്ട്. സഖാക്കളായ സംഘടനാ പ്രവർത്തകരെ തിരുത്താൻ മാത്രമേ CPMന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ SFIയുമായി ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ പലതും ഒഴിവാക്കേണ്ടതായിരുന്നു. SFI മാത്രം വിചാരിച്ചാൽ അത് കഴിയില്ല. കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതാത്ത പലതും ഉണ്ടായി. മർദ്ദനമേറ്റ SFI ഏരിയ പ്രസിഡന്റ് ആശുപത്രിയിലാണ്. CPMനെയും സർക്കാരിനെയും നയിക്കുന്ന മുഖ്യമന്ത്രിയെയും തകർക്കാൻ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. SFIക്കെതിരായ നീക്കവും അത്തരത്തിലുള്ളതാണ്. അത് മനസ്സിലാക്കി പൊതുവികാരം എതിരാകുന്ന ഒരു പ്രവർത്തനത്തിലും പ്രവർത്തകർ ഉണ്ടാകരുതെന്നും AK ബാലൻ ഓർമ്മിപ്പിച്ചത്.